തെരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ട് 100 ദിവസത്തിനടുത്ത് ഒക്കെ മാത്രമായിരിക്കും ഉണ്ടാവുക. പ്രഖ്യാപനമൊക്കെ കാത്ത് രാഷ്ട്രീയ പാർട്ടികൾ സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയം ഇതിന്റെയൊക്കെ തിരക്കുകളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ തുടർ ഭരണം ലക്ഷ്യമിട്ടാണ് LDFന്റെ നീക്കം. അതേസമയം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണം പിടിക്കാൻ UDFും എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് സാഹിത്യ അക്കാദമി അധ്യക്ഷനും കവിയുമായ K. സച്ചിദാനന്ദന്റെ ചില തുറന്നു പറച്ചിലുകൾ. തുടർ ഭരണം പാർട്ടിയെ നശിപ്പിക്കുമെന്നും തുടർച്ചയായ ഭരണത്തെക്കാൾ ജനാധിപത്യത്തിന് ഗുണകരമാകുക മാറി മാറിയുള്ള ഭരണമെന്നുമായിരുന്നു സച്ചിദാനന്ദന്റെ അഭിപ്രായ പ്രകടനം. ഇതാണ് വലിയ ചർച്ചകൾക്ക് സംസ്ഥാനത്ത് വഴി തുറന്നിരിക്കുന്നത്. ഇടത് ഭരണം അതിന്റെ തുടർച്ച ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ച് കൂടുതൽ മറുപടി പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ബംഗാളുമായി താരതമ്യപ്പെടുത്തിയാണ് ഈ വിമർശനം ഉയർത്തിയിരിക്കുന്നത് എന്നതിനാൽ തന്നെ അത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ അതിലുണ്ടായിട്ടുള്ള തുടർ പ്രതികരണങ്ങളും മറുപടികളും ചർച്ചകളുമാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് തുടർച്ചയായ ഭരണം ഗുണമോ ദോഷമോ എന്ന ചോദ്യത്തിന് മറുപടിയായി സച്ചിദാനന്ദൻ നിലപാട് പറഞ്ഞത്. അധികാരം കുത്തകയാകും തോറും അത് ദുരധികാരമായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ലോകത്ത് മുഴുവൻ ഇത് അനുഭവമുള്ള കാര്യമാണ് എന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. വളരെ സൂക്ഷിച്ചിരിക്കുക എന്നാണ് പൊതുവെ അവനവനോടും മറ്റുള്ളവരോടും പറയാനുള്ളത്. ബംഗാളിന്റെ ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട്. അവിടുത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരോട് താൻ സംസാരിച്ചിട്ടുണ്ട്. ഭരണം തുടർച്ചയായി വന്നപ്പോൾ ഒരു വലിയ വിഭാഗം അടിച്ചമർത്തപ്പെട്ടുവെന്നും വോട്ട് നിഷേധിക്കപ്പെട്ടുവെന്നുമാണ് അവർ പറഞ്ഞത്. അവർക്ക് പലതരം നിഷേധങ്ങൾ നേരിടേണ്ടി വന്നു. അധികാരത്തെ സ്വാർത്ഥമതികളായ ഒരു സംഘം ആളുകൾ കൈയാളാൻ തുടങ്ങി. തുടർച്ചയായ അധികാരം എങ്ങനെയാണ് ഒരു പാർട്ടിയെ നശിപ്പിക്കുന്നത് എന്നതിന്റെ ബംഗാളിന്റെ പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിഭീകരമായ അഴിമതി, തുടർച്ചയായ അവകാശ നിഷേധങ്ങൾ, ഇത് കൂടിക്കൂടി വന്ന് സഹിക്കാൻ പറ്റാതായപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ തൂത്തെറിയപ്പെട്ടത്. ജനാധിപത്യത്തിൽ മാറി മാറിയുള്ള ഭരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മാറി മാറിയുള്ള ഭരണമാണ് നമുക്ക് ജാഗ്രത നൽകുന്നത്. അപ്പോൾ ബംഗാളിന്റെ അനുഭവം പറയുന്നു. അതിനുശേഷം അദ്ദേഹം നേരിട്ട് അവിടെ നിന്ന് ആളുകളിൽ നിന്ന് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷമാണ് ജനാധിപത്യത്തിൽ മാറി മാറിയുള്ള ഭരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. ആ ജാഗ്രത അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ. CPMന് കുരുക്കാകുന്ന അഭിപ്രായത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ അദ്ദേഹം നിലപാട് ആവർത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ സമുദായ പ്രീണനത്തിനാണ് ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളിയെ ഗുരുവിനേക്കാൾ മഹാനാക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നുകൂടി നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചും അദ്ദേഹം അഭിപ്രായം പറയുകയാണ്. അദ്ദേഹം അപ്പോൾ അന്ന് ആ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് കുറച്ചുകൂടി എന്താണ് താൻ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. പാർട്ടി തന്നെ ആഗ്രഹിക്കാത്ത ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു. സ്വാർത്ഥ ലക്ഷ്യങ്ങളോടുകൂടി കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുന്നുണ്ട് തുടർച്ചയായിട്ടുള്ള ഭരണം ഉണ്ടാകുമ്പോൾ. അധികാരത്തിൻ്റെ വികേന്ദ്രീകരണം എന്ന് പറയുന്നത് കുറഞ്ഞു വരികയും അധികാര കേന്ദ്രീകരണം വർദ്ധിക്കാനുമുള്ള സാധ്യതകളും BJPക്ക് സാധ്യതയുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാം ആ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏതാണെന്ന്. അത്തരം സ്ഥലങ്ങളിലും അത്തരം ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഫലം ഈ ലോക്കൽ അല്ലെങ്കിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം മതേതര പാർട്ടികൾ ഈ സമുദായ പ്രീണനത്തിന് വേണ്ടി ശ്രമിച്ചുകൂടാ. അപ്പം തീർത്തും ഗുരുവിൻ്റെ തത്വങ്ങൾക്ക് എതിരായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ സന്തോഷിപ്പിക്കുകയും ഗുരുവേക്കാളും മഹാനാണ് അദ്ദേഹം എന്ന് പറയുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഏതൊരു മതേതരവാദിക്കും ഏതൊരു കേരളീയനും ഭൂഷണമല്ല എന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായും ഏതൊരു സാധാരണക്കാരനും മനസ്സിലായിട്ടുണ്ട് വെള്ളാപ്പള്ളി വിഷയത്തിൽ എന്തായിരുന്നു നിലപാടുകൾ. അത് വലിയ വിമർശന വിധേയമായിട്ടുള്ള സാഹചര്യമാണ്. അത് തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിലപാട് കുറച്ചുകൂടി വിശദമാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് കവി സച്ചിദാനന്ദന്റെ മാത്രം അഭിപ്രായമാണോ? അല്ല. സമാനമായ അഭിപ്രായം സാഹിത്യകാരി സാറ ജോസഫും ഈ സാഹചര്യത്തിൽ തുറന്നുകാട്ടുകയാണ്. തുടർഭരണം ആപത്താണെന്ന അഭിപ്രായം തന്നെയാണ് സാറ ജോസഫിനുമുള്ളത്.
ജനാധിപത്യത്തിന്റെ സംരക്ഷകരാകേണ്ട ഇടതുപക്ഷം എല്ലാ ഭരണവർഗങ്ങളെയും പോലെ വർഗീയ മതശക്തികളെ കൂട്ടുപിടിച്ച് ജനാധിപത്യ മതേതര ഇന്ത്യ എന്ന സങ്കല്പം തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് സാറാ ജോസഫ് ആരോപിച്ചത്. അപ്പോൾ സാറാ ജോസഫിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. നിശ്ചയമായും ഒരു ഭരണമാറ്റം ആവശ്യമാണ്. അധികാരം നിലനിർത്താൻ ഏത് പിശാചിന്റെ കൂടെയും കൂട്ടുകൂടുന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് ഇടതുപക്ഷത്തിന്. ഇപ്പോ ലീഗിനെ കൂട്ടുകൂട്ടിയത് അങ്ങനെയാണ്, ഭരണാധികാരത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മതങ്ങളെയും വർഗീയ ശക്തികളെയും കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. അധികാരമാണ് അവർക്ക് മുഖ്യം, ജനാധിപത്യമല്ല. തന്നെയുമല്ല, ഒന്ന് മാറി നിന്ന് പ്രതിപക്ഷത്ത് ഇരിക്കുന്നത് ഭരണവർഗത്തിന് നല്ലതാണ്. ഭരണാധികാരത്തിലേക്ക് വന്നത് ഇടതുപക്ഷ പാർട്ടിയാണ്, പിണറായി വിജയനല്ല. എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നശിക്കുന്നത് അതിന്റെ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ്. അപ്പോ ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ ഏകാധിപത്യ സ്വഭാവം, അതിനെയാണ് ശക്തമായി സാറാ ജോസഫ് വിമർശിക്കുന്നത്. നമ്മൾ പലപ്പോഴും സാഹിത്യകാരന്മാരുടെ മിണ്ടാട്ടമില്ലായ്മയെ വിമർശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ വളരെ ശക്തമായ നിലപാടുകളാണ് സച്ചിദാനന്ദന്റെയും സാറാ ജോസഫിന്റെയും ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നത് നമ്മൾ കാണണം. അത് കൃത്യമായ സമയങ്ങളിൽ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അപ്പോൾ ഇങ്ങനെ തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ കരുതലോടെ വേണം അതിനോട് പ്രതികരിക്കാൻ. ആ ജാഗ്രത എം.വി. ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായിട്ടുണ്ട്. തുടർഭരണം അപകടമെന്ന സച്ചിദാനന്ദന്റെ പരാമർശത്തിൽ വളരെ കരുതലോടുകൂടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് പ്രതികരിച്ചത്. ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന സൂചനയാണ് ആ ലേഖനത്തിലും വാക്കുകളിലും ഉള്ളത് എന്നതാണ് എം.വി. ഗോവിന്ദൻ പറയുന്നത്. എന്താണ് അതിന്റെ ഉന്നമെന്ന് അത് വായിക്കുമ്പോൾ മനസ്സിലാകും. സച്ചിദാനന്ദന്റെ മാത്രമല്ല, ആരോഗ്യപരമായ ഏത് വിമർശനത്തെയും ഉൾക്കൊള്ളും എന്നതാണ് എം.വി. ഗോവിന്ദൻ പറഞ്ഞത്. തുടർഭരണം വന്നാൽ പാവപ്പെട്ട എന്ന പ്രയോഗം മലയാള ഭാഷയിൽ ഉണ്ടാകില്ല എന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. എം.വി. ഗോവിന്ദന്റെ വാക്കുകൾ കേൾക്കാം. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേഡർമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം വേണ്ടത്ര ജാഗ്രത കുറവോടുകൂടിയാണ് പ്രവർത്തിക്കുക. അപ്പോൾ ജാഗ്രത കുറവ് വരുമെന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് അദ്ദേഹത്തിന്റെ ആശയമാണത്. ഈ ആശയമുള്ള ചില ആളുകളൊക്കെ ഉണ്ടാവും. അതിന്റെ അർത്ഥം ഈ ഗവൺമെന്റ് വേണ്ടെന്നല്ലോ, തുടരണ്ടെന്നുമല്ല, ഒരു സ്ഥിരമായ സംവിധാനമാണ് എന്ന് കരുതുന്നില്ല. പലപ്പോഴും മാറ്റം വേണ്ടി വരും. ഞാൻ അവിടെയാണ് ഊന്നുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തോൽക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ തോൽവിയാണെന്നോ, ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായ ജയമാണെന്നോ ഞങ്ങൾ ആരും കാണുന്നില്ല സുഹൃത്തെ. അങ്ങനെ കാണുന്നവരല്ല ഞങ്ങളാരും. അതുകൊണ്ട് ഗവൺമെന്റ് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നിലനിൽക്കേണ്ടതിന്റെ കാര്യം ഞങ്ങൾ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇനി തുടരേണ്ട കാര്യവും വിശദീകരിക്കുന്നുണ്ട്. അത് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്. ഏതായാലും എം.വി. ഗോവിന്ദൻ വളരെ കരുതലോടുകൂടി ഇത്തവണ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞു നിർത്തിയിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അവിടെയും ഈ ജാഗ്രത പുലർത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും അദ്ദേഹത്തിന് കഴിയട്ടെ. ഇവിടെ എന്തായാലും LDFനെ സംബന്ധിച്ച് അല്പം കുഴപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ UDFന് വലിയ ആശ്വാസവും ആഹ്ലാദവും ഒക്കെ ഈ പ്രതികരണങ്ങളിൽ തോന്നുന്നുണ്ട്. സച്ചിദാനന്ദന്റെ പ്രസ്താവന കോൺഗ്രസ് നിലപാട് അടിവരയിടുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പ്രതികരിച്ചത്. ഇടത് സഹയാത്രികർക്ക് പോലും അവരെ വേണ്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് സ്വാഗതാർഹമായ കാര്യമെന്നും VD സതീശൻ പറയുകയാണ്. LDFന് തുടർഭരണം ഉണ്ടാകുന്നത് അപകടം എന്നായിരുന്നു സച്ചിദാനന്ദന്റെ പ്രസ്താവന. അതാണ് UDFനെ ആഹ്ലാദത്തിലാക്കുന്നത്. അപ്പോൾ VD സതീശന്റെ പ്രതികരണം കൂടി കേൾക്കാം. ഈ ഗവൺമെന്റിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷ സഹയാത്രികർക്കും പോലും താല്പര്യമില്ല എന്നാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരം ആണ് ഈ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ പങ്കുവച്ചിരിക്കുന്നത് എന്നുകൂടി പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഒരു പൊതുവികാരമാണ് ഇവരുടെ വാക്കുകളിലൂടെ പ്രകടമായിരിക്കുന്നത് എന്നതാണ് VD സതീശൻ ഇതിനെതിരെ പറയുന്നത്. സ്വാഭാവികമായും മറ്റ് നേതാക്കളോടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഭരണം മാറി മാറി വരണമെന്ന അഭിപ്രായം ഇടത് മുന്നണിക്കില്ല എന്നാണ് KK ശൈലജ ഇതിനോട് പ്രതികരിച്ചത്. അദ്ദേഹം ഒരു ഇടതുപക്ഷ മനസ്സുള്ള ആളാണ്. എന്നാൽ ഇടതുമുന്നണി പ്രവർത്തകർക്കോ നേതൃത്വത്തിനോ അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല ഉള്ളത് എന്നത് KK ശൈലജ പറഞ്ഞു.
തുടർഭരണം ഉണ്ടാകുമ്പോഴാണ് കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന കാര്യം കൂടി കെ ശൈലജ സൂചിപ്പിച്ചു. അത് നമുക്ക് നൽകിയ ന്യൂസ് 18 നൽകിയ ഇന്റർവ്യൂവിൽ കെ ശൈലജ ആവർത്തിച്ച് പറയുന്നുണ്ട്. വ്യക്തികളുടെ തുടർച്ചയല്ല ഈ മുന്നണിയുടെ തുടർച്ച, പോളിസികളുടെ തുടർച്ചയാണ് ഉണ്ടാകേണ്ടത്. അതാണ് തുടർഭരണത്തിലൂടെ സാധ്യമായത്. അത് തന്നെ അടുത്ത ടേമിലും സാധ്യമാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കെ ശൈലജ പറഞ്ഞിരുന്നു. അതാണ് ഈ ചോദ്യത്തിന് മറുപടിയായും കെ ശൈലജ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സച്ചിദാനന്ദന്റെ വിലയിരുത്തൽ തെറ്റെന്ന അഭിപ്രായ പ്രകടനവുമായി മന്ത്രി വി ശിവൻകുട്ടി കൂടി ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരും, പാർട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നാണ് വി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് വളരെ വേഗം കണ്ടു തിരിച്ചു വരാം. സച്ചിദാനന്ദൻ സ്ഥിരമായിട്ടുള്ള പാർട്ടി സംഘടനാ പ്രവർത്തനമല്ല, ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകർക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊന്നും അഭിപ്രായമല്ലല്ലോ. തുടർച്ചയായിട്ട് ജനങ്ങൾക്കും ഇല്ല അഭിപ്രായം. തുടർച്ചയായിട്ട് വന്നാൽ ഇന്ന് ഇപ്പോൾ നമ്മുടെ ജാഥ ക്യാപ്റ്റൻ MP ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകണം. കേരളത്തെ ആധുനിക കേരളമാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് തുടരണമെന്നാണ് എല്ലാ ആളുകളുടെയും അഭിപ്രായം. അദ്ദേഹം അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ തെറ്റാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മൂന്നാമതും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതായിരിക്കും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണവും കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കൊക്കെ കടക്കുന്ന ഘട്ടത്തിൽ വന്നിട്ടുള്ള വിമർശനം എന്തായാലും ഇടതുമുന്നണിയെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടാണ് നേരിടാൻ, മറുപടി പറയാൻ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ തുടർ ഭരണം മാറി മാറി വരുമ്പോൾ കുറച്ചുകൂടി റെസ്പോൺസിബിളായി മുന്നണികൾ മാറും എന്ന ചിന്ത സാധാരണക്കാർക്കിടയിൽ തന്നെയുണ്ട്. നമുക്ക് കേരളത്തിൽ അതിന് മാറ്റം വന്നത് 2021 അതിനു മുൻപ് കൃത്യമായ ഈ ഭരണമാറ്റം ഉറപ്പുവരുത്തിയിരുന്ന മനുഷ്യരാണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. അപ്പോൾ അവരെന്തായാലും വിലയിരുത്തും ഈ സാഹചര്യങ്ങൾ. തുടർഭരണത്തിൽ നേട്ടമുണ്ടായിട്ടുണ്ട്, മെച്ചമാണ് തങ്ങൾക്കുണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അതനുസരിച്ച് പ്രതികരിക്കും. എന്തായാലും ഈ വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ തള്ളിക്കളയേണ്ടുന്ന കാര്യങ്ങളല്ല. തിരുത്തലിന് വേണ്ടിയാണ് ഈ വിമർശനങ്ങൾ ഉപയോഗിക്കേണ്ടത്. ആ ജാഗ്രത ഇടത് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അവരെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കാൻ ഈ വിമർശനവും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന, അതിന് പിന്നാലെ നടക്കുന്ന ഈ ചർച്ചകളും വഴിയൊരുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.